ജപ്പാൻ എന്തിനാണ് സോഫ്റ്റ് ടെന്നീസ് ഇൻവെന്റ് ചെയ്തത്? അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ടെന്നീസ് നോട്ട് ഫിറ്റ് ഫോർ എവ്രി വൺ ആണ് ജപ്പാനീസ്. ഇപ്പോൾ ജപ്പാനീസിലേക്ക് വെസ്റ്റേൺ ഇംഗ്ലണ്ടിൽ നിന്നാണ് ടെന്നീസ് ഫസ്റ്റ് ജപ്പാനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അവരത് സ്റ്റാർട്ട് ചെയ്ത് കളിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ബോൾ ഒന്ന് കുറച്ച് ഹാർഡ് ബോളാണ്. അപ്പോൾ ബൗൺസിന്റെ വേരിയേഷൻ അത് കാരണം എല്ലാവരും കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് റെഗുലർ ടെന്നീസ്. അത് ജപ്പാനീസ് അപ്പോഴേ അത് അവർക്ക് മനസ്സിലായത് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ ബോൾ ഒന്ന് സോഫ്റ്റ് ടെന്നീസിലുള്ള പേരുകൊണ്ട് ബോൾ ചേഞ്ച് ആക്കി ബോൾ സോഫ്റ്റ് റബ്ബർ ബോളാണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ബോൾ ആയതുകൊണ്ട് ഇപ്പോൾ റാക്കറ്റും ടെന്നീസിന്റെ റാക്കറ്റ് 300 അബോ ആ റേഞ്ചിലാണ് വരുന്നത് റാക്കറ്റ് വെയിറ്റ്. അതുപോലെ തന്നെ സോഫ്റ്റ് ടെന്നീസിന്റെ റാക്കറ്റും അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പോൾ ഞാൻ ബോളും റാക്കറ്റും കാണിച്ചു തരാം. ഇതാണ് സോഫ്റ്റ് ടെന്നീസിന്റെ. ഇതിന്റെ ഉള്ളിൽ വരുന്നത് എയറാണ് ഫില്ല് ചെയ്യുന്നത്. ഇവിടെ ഫുട്ബോളിലേക്ക് ബാഡ് പോലെ തന്നെ പോയിന്റ് ഉണ്ടാവും. ഇതിൽ എയർ ഫില്ല് ചെയ്യാം. അങ്ങനെയാണ് സോഫ്റ്റ് ടെന്നീസ്. അതുപോലെ തന്നെ ഇത് സോഫ്റ്റ് റബ്ബറാണ്. ഇത് എയർ റാക്കറ്റ്. ഇതാണ് റാക്കറ്റ് വരുന്നത്. റാക്കറ്റ് വെരി സിമിലർ ടു ടെന്നീസ് റാക്കറ്റ് ആണ്. ടെന്നീസിന്റെ 27 ഇഞ്ചസ് ആണ്, ഇതിന് 27 ഇഞ്ചസ് ആണ്. അതുപോലെ തന്നെ ഹെഡ് 100 സ്ക്വയർ ഇഞ്ച് ആണ് ടെന്നീസിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിനും അറൌണ്ട് 100 സ്ക്വയർ ഇഞ്ച് വരുന്നുണ്ട്. വെയിറ്റ് മാത്രമാണ് ഡിഫറെന്റ്. വെയിറ്റ് അറൌണ്ട് 260 ഗ്രാം. അതാണ് സോഫ്റ്റ് ടെന്നീസ് വരുന്നത്. 260 ആൻഡ് ബിലോ. അതുപോലെ തന്നെ ബോൾ വെയിറ്റ്, ബോളിന്റെ വെയിറ്റ് വരുന്നത് 30 ഗ്രാംസ് ആണ്. 30 to 31 ഗ്രാം ആണ് സോഫ്റ്റ് ടെന്നീസിന്. ടെന്നീസിന് വരുമ്പോൾ 50 to 59 ഗ്രാംസ് വരും. അത് കാരണമാണ് നമുക്ക് റാലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നത് സോഫ്റ്റ് ടെന്നീസിന്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അതിന്റെ ഡയമീറ്റർ വരുന്നത് 6.54 to 6. ഇത് 6.6 ആണ് വരുന്നത്. അതുപോലെ വെയിറ്റ് 30 ഗ്രാം, ടെന്നീസിന്റെ 50 ഗ്രാം. ഓക്കെ. ഇപ്പോൾ ബോൾ എങ്ങനെ ബൗൺസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു 150 സെന്റിമീറ്റർ ഹൈറ്റ്, 150 ആയിരിക്കും. ഇവിടുന്ന് 150 ബൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറൌണ്ട് 80 സെന്റിമീറ്റർ ബൗൺസ് ചെയ്യണം. അതിനനുസരിച്ചുള്ള പ്രശ്നമാണ് ഇതിന് വേണ്ടത്. ടെന്നീസിന് അത് മോർ ബൗൺസ് ആയിരിക്കും. മോർ ബൗൺസ് ആകുമ്പോൾ നമുക്ക് റാലി കളിക്കാനുള്ള ബുദ്ധിമുട്ട്, പെട്ടെന്ന് തന്നെ ഗെയിം ക്വിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോഫ്റ്റ് ബോൾ ആണെങ്കിൽ എവറി ഏജ് ഫിറ്റ് ഓൾ. ബാക്ക് സൈഡ് ഇതിനകത്ത് ബാക്ക് ഇത് സ്കൂൾ പെൻഷനേഴ്സ് സോഫ്റ്റ് ബോൾ ഫിറ്റ്സ് ടു എവറി വൺ എന്നാണ് പറയുന്നത്. ഏത് ഏജിനും സോഫ്റ്റ് ബോൾ ഫിറ്റ് ആവും. ഇപ്പോൾ ബിഗിനർ ലെവൽ ടു അഡ്വാൻസ് ലെവൽ. ഒരു ബാഡ്മിന്റൺ ഗെയിം അത് സ്റ്റാർട്ടിങ് തന്നെ ഈസി ആയിട്ട് നമുക്ക് കളിക്കാം. അതുപോലെ തന്നെ സോഫ്റ്റ് ടെന്നീസും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ടെന്നീസ് സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് കളിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ കറന്റ്ലി ആണ് ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ തന്നെ റെഡ് ബോൾ ടെന്നീസ്, ഓറഞ്ച് ബോൾ ടെന്നീസ്, ഗ്രീൻ ബോൾ ടെന്നീസ് അതൊക്കെ ബിഗിനേഴ്സിൽ കൊണ്ടുവന്നത്. പക്ഷെ അതിനു മുമ്പേ ജപ്പാനീസ് വന്ന് ഈ ബോൾ ഇൻവെന്റ് ചെയ്തു, ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. മാച്ചസ് വരുന്നത് സിംഗിൾസ് ആണ്. സിംഗിൾസ് മെൻ, വുമൺ, അങ്ങനെ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ടീം ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. ടീം ഗെയിംസ് മെയിൻലി വന്ന് റാക്കറ്റ് ഗെയിംസ് പറഞ്ഞാൽ എല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിംസ് ആണ് വരുന്നത്. ഇൻഡിവിജ്വൽ മാത്രമല്ല ടീം ഇവന്റ്സ് വരുന്നുണ്ട്. ടീം ഇവന്റ്സ് പറഞ്ഞാൽ ഒരു സിംഗിള്, പിന്നെ അഗെയിൻ ഒരു സിംഗിള്, പിന്നെ ഡബിൾസ് ആണ് വരുന്നത്. അതിൽ ബെസ്റ്റ് ഓഫ് 5 3 ഗെയിം എടുക്കണം. ഒരു സിംഗിള് രണ്ട് സിംഗിൾ അടുപ്പിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ഓഫ് 3 2 ഗെയിം പിന്നാവും ഡബിൾസിൽ പോകുന്നത്. അതുപോലെയാണ് ടീം ഇവന്റ് വരുന്നത്. അതിപ്പോൾ ടെന്നീസിനെ ആണെങ്കിലും സൗത്ത് സോണിൽ പോകുമ്പോൾ അതുപോലത്തെ ഫോർമാറ്റിലാണ് പോകുന്നത് ടീം ഇവന്റ്. പിന്നെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ് വരുന്നത് വെച്ചാൽ റാക്കറ്റ് ഗെയിംസ് വരുന്നത് നോൺ കോൺടാക്ട് സ്പോർട്സ് ആണ് വരുന്നത്. മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഞാൻ 3 years സബ്ബാന വേൾഡ് സ്കൂൾ ഇന്റർനാഷണൽ സ്കൂൾ PT ആയി വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവിടെ ഞാനൊരു വിധം സർവേ ഒക്കെ എടുത്ത് കുട്ടികളെ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഏതാണ് ഹോബി ചൂസ് ചെയ്തത് നോക്കുമ്പോൾ എനിക്ക് ടോട്ടൽ കിട്ടിയത് എല്ലാവരും ബാഡ്മിൻ്റൺ ആണ് ചൂസ് ചെയ്തത്. ബാഡ്മിൻ്റൺ വളരെ ഈസിയാണ് കളിക്കാൻ. ഇപ്പോൾ ടെന്നീസ് തന്നെ ഞാൻ ടെന്നീസ് കോച്ച് ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്തത്. ടെന്നീസിലേക്ക് കുട്ടികളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് സ്പേസിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ് കിട്ടണമെങ്കിൽ ഒരു 3 months നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബോൾ കൺട്രോൾ എല്ലാം വരുള്ളൂ. പക്ഷേ സോഫ്റ്റ് ടെന്നീസിൻ്റെ കേസിൽ കുറച്ച് ഈസിയാണ്. ബോൾ പ്രഷർ കുറവായതുകൊണ്ട് നമ്മൾ എത്ര ഹിറ്റ് ചെയ്താലും ഫുൾ ടെന്നീസ് കോർട്ടിൽ നമുക്ക് ഈസി ആയിട്ട് റാലി ചെയ്യാൻ പറ്റും. അതാണ് സോഫ്റ്റ് ടെന്നീസിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ സെക്കൻഡ് നോൺ കോൺടാക്ട് സ്പോർട്സ് വരുന്നത്. ഇപ്പോൾ കോൺടാക്ട് സ്പോർട്സ് ആകുമ്പോൾ ടീം എ ആൻഡ് ടീം ബി രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ ടീം എ ടീം ബിന്റെ ഓപ്പണന്റ് ആയിട്ട് കോൺടാക്ട് വരുന്നത്, അതാണ് കോൺടാക്ട് സ്പോർട്സ്. അങ്ങനത്തെ സ്പോർട്സ് ഇപ്പോൾ പാരൻസിന്റെ സൈഡിൽ വളരെ പ്രശ്നമാണ്. അവർ വന്നിട്ട് ഇപ്പോൾ ഒരു ഇപ്പം ഞാൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഫുട്ബോളിന് വേണ്ടിയിട്ട് നല്ല പ്ലേയേഴ്സാണ് ഫുട്ബോൾ കളിക്കുന്നത്. അവരെ പാരൻസിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ട് സാർ അങ്ങനെ ഫുട്ബോൾ കളിപ്പിക്കേണ്ടതാണ്. അപ്പോൾ എന്താ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇഞ്ചുറിയാണ്.
സ്കൂളിൽ വന്നിട്ട് ഇഞ്ചുറീസ് ലിസ്റ്റ് ഉണ്ട്. ഇഞ്ചുറി ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വന്നത് ഫുട്ബോൾ കളിച്ചിട്ടാണ്. ഇഞ്ചുറി വരാത്ത ഗെയിം എന്ന് പറഞ്ഞാൽ റാക്കറ്റ് സ്പോർട്സ് ആണ്. റാക്കറ്റ് സ്പോർട്സിൽ ഇഞ്ചുറി വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ഓപ്പണന്റിന്റെ മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത് ഇപ്പോൾ നോൺ കോണ്ടാക്ട് സ്പോർട്സ് ഏതാണെങ്കിലും ഇപ്പോൾ നമ്മൾ നല്ല ഡീസൻ്റ് ആയിട്ട് കളിക്കുകയാണെങ്കിലും ഓപ്പണന്റ് വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറി വരും. അതാണ് റാക്കറ്റ് സ്പോർട്സിന്റെ ഒരു അഡ്വാൻറ്റേജ്, അതായത് നോൺ കോണ്ടാക്ട് സ്പോർട്സിന്റെ അഡ്വാൻറ്റേജ്. ഇത് കോമ്പറ്റീഷൻ ഓൾറെഡി പറഞ്ഞു. ഇൻഡിവിജ്വൽ ഇവന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ടീം ഇവന്റ്സ്. സോഫ്റ്റ് ടെന്നീസിന്റെ ലെങ്ത് ഓഫ് ദ റാക്കറ്റ് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 27 ഇഞ്ചസ്. ടെന്നീസിനും സോഫ്റ്റ് ടെന്നീസിനും സെയിം തന്നെയാണ് റാക്കറ്റ് വന്ന്. ഇവിടെ വന്ന് അറൌണ്ട് 100 സ്ക്വയർ ഇഞ്ച് ആണ്, ഇതും 100 സ്ക്വയർ ഇഞ്ച്. റാക്കറ്റിന്റെ വെയിറ്റ് ആണ് അവിടെ ഡിഫറെൻറ്റ്, അതുപോലെ തന്നെ ബോളാണ് ഡിഫറെൻറ്റ്. എക്യുപ്മെന്റ്സ് സോഫ്റ്റ് ടെന്നീസ് ബോൾസ്, റാക്കറ്റ്, കോർട്ടിന്റെ ഒരു ഇത് 1.07 meters. Net height is 1.07 meters from the court to surface. Okay. ടെന്നീസിനും സോഫ്റ്റ് ടെന്നീസിനും കോർട്ടിന്റെ മെഷർമെന്റ് അതുപോലെ തന്നെ നെറ്റ് എല്ലാം സെയിം ആണ്. ഒരേ ഒരു ഡിഫറെന്റ് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് കോർട്ടിൽ ഇവിടെ നെറ്റിന്റെ സൈഡ് പോസ്റ്റിന് 3.5 feet ആണ് വരുന്നത്. 3.6 ആണ് ഹൈറ്റ് ഇവിടെ പോസ്റ്റിലും ഈ പോസ്റ്റിലും. സെന്ററിൽ വരുമ്പോൾ അത് 3 feet ആണ്. അതെന്താ വെച്ചാൽ അവിടെ സ്ട്രാപ്പ് ഇടും. അത് ടെന്നീസിൽ, സോഫ്റ്റ് ടെന്നീസിൽ ആ സ്ട്രാപ്പ് ഉണ്ടാവില്ല, സെയിം ലെവലാണ് വരുന്നത്. അതുപോലെ തന്നെ സിംഗിൾസ് കളിക്കുമ്പോൾ ഇവിടെയാണ് പോസ്റ്റ് വരിക. ഈ സൈഡ് ലൈനിൽ 3 feet away ഇവിടെ പോസ്റ്റ്. ഇപ്പൊ നോർമലി